പ്രൈസലോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. സെഖരിയ പ്രവാചകൻ സെരുബാബേലിന്റെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. അവന്റെ കൈ തന്നെ അത് തീർക്കും. സെരുബാബേലിനെ ദേവാലയം പണിയാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവം കുറച്ച് ഉറപ്പ് ദൈവം നൽകുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. സെരുബാബേലെ, ഞാൻ നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ആകാശത്തെ, ഭൂമിയെ, കടലിനെ, കരയെ ഇളക്കും. ഞാൻ ജാതികളെ ഇളക്കും. ഞാൻ ഈ ആലയത്തിന് മഹത്വപൂർണമാക്കി തീർക്കും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഞാൻ ആകാശത്തെ, ഭൂമിയെ ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. രാജ്യങ്ങളുടെ ബലം ഞാൻ നശിപ്പിച്ചു കളയും. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത സെരുബാബേലിന് ചില ഉറപ്പുകൾ നൽകുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഞാൻ നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ, ദൈവം തിരഞ്ഞെടുക്കുന്നത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും. മുദ്രമോതിരമാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ നിന്നെ ഇന്ന് അനുഗ്രഹിക്കും, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും. പ്രിയമുള്ളവരെ, ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ഭക്തനെ ദൈവം അവനെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം അവനെ മാനിക്കുക തന്നെ ചെയ്യും. അത് ആ സെരുബാബേലിന് മുൻപിൽ ഏത് പർവ്വതങ്ങൾ, അല്ലെങ്കിൽ ഏത് വിഷയങ്ങൾ, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവം അതിനെയെല്ലാം നീക്കും. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഇന്ന് നിങ്ങൾ പല സാഹചര്യത്തിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും, പ്രതിസന്ധിയിലായിരിക്കും, കടഭാരത്തിലായിരിക്കും. നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞ വ്യക്തി ആയിക്കോട്ടെ. പക്ഷെ നിന്നെ ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിന്നെ തകർക്കുവാനോ തളർത്തുവാനോ ആർക്കും കഴിയത്തില്ല. കാരണം ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവനെ ദൈവം അനുഗ്രഹിച്ചിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാവി മനുഷ്യരുടെ കയ്യിലല്ല. ആരൊക്കെ നിനക്കെതിരായി വന്നാലും, എത്ര ശക്തന്മാർ, ബലവാന്മാർ നിനക്കെതിരായി നിന്നാലും, നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം: നിനക്കെതിരെ വരുന്ന സകല മുഖങ്ങളും ദൈവം ഒടിച്ചു കളയും. നിനക്കെതിരെ ശത്രു, നിനക്കെതിരെ ബന്ധിച്ച സകല ബന്ധനങ്ങളും ദൈവം അറുത്തുകളയും. നിന്നെ ദൈവം മാനിക്കും. അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നീ തളർന്നു പോകണ്ട. നിന്നെ ഏൽപ്പിച്ച ദൗത്യം, ദൈവം എന്താണോ നിന്നെ ഏൽപ്പിച്ച അതിലേക്ക് കാൽച്ചുവട് വെക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും.